നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. സിംഗുകണ്ടത്ത് വീടിന് നേരെയാണ് പുലർച്ചെ കാട്ടാന ആക്രമണം നടത്തിയത്. കൂനമ്പാക്കൽ മനോജ് മാത്യുവിന്റെ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു. 6 മാസമായി ചിന്നക്കനാലിൽ RRT സംഘത്തിന്റെ പ്രവർത്തനമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുവരാം. ഒരാഴ്ചയായിട്ട് ഈ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന സന്ധ്യയാകുമ്പോൾ പ്ലാന്റിന്റെ അവിടെ നിർത്തിയിട്ട് വാച്ചർമാരെല്ലാം വീട്ടിലേക്ക് പോവുക. അത് കഴിയുമ്പോഴത്തേന് ആന നമ്മുടെ കുടിയുടെ കയറിയിട്ട് നമുക്കിപ്പോൾ ജനങ്ങൾക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ മേലാത്ത അവസ്ഥ. ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഈ സിറ്റിയിൽ ഹൈമാക്സ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത്രയും വലിയൊരു ശല്യം കാണിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ RRT ടീം ഇവിടെ പ്രവർത്തിച്ചിട്ട് 6 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അവരൊരു പ്രവർത്തനം ഇവിടെ ഇല്ല. ഫോറസ്റ്റുകാരാണെങ്കിലും വൈകുന്നേരം 10-15 പേര് ആ റോട്ടിൽ കൂടെ ഇരിക്കും. സന്ധ്യയാകുമ്പോൾ അവർ വീട്ടിൽ പോകും. ആന വൈകുന്നേരം ഒരു 6 മണിയായി കഴിയുമ്പോഴത്തേനും കുടിയുടെ കൂടെ കയറി നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏലക്കാടൊക്കെ ആയതുകൊണ്ട് ഇതിനകത്തേക്കൊന്ന് കയറി ഓടിച്ചു വിടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്തൊരവസ്ഥയിലാണ് സിംഗണ്ടത്തിൽ ഇപ്പോൾ കഴിയുന്നത്. അതുപോലെയാണ് വെളുപ്പിനെ 4 മണിക്ക് ഇവിടെ ഈ ഫ്രണ്ടിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഗ്ലാസിൻ്റെ എന്തോ സൗണ്ട് കേട്ടു, എന്തോ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആന ഇവിടെ ഇടിച്ച് തള്ളി ഞാൻ ഈ ഡോറ് തുറന്നപ്പോഴത്തേക്കും അവൻ ആ സൈഡ് അന്നേരത്തേക്കും താഴെ ആന ഇറങ്ങി. അപ്പം ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആളും തീർന്നേനെ. ഞങ്ങൾ അകത്ത മുറിക്കകത്തായിരുന്നു. ഹാളിലേക്ക് ഞാൻ ഇത് സംഭവം അറിഞ്ഞ് ഞാൻ ഹാളിലേക്ക് വന്നപ്പോഴത്തേക്കാണ് സംഭവം ഇടി കഴിഞ്ഞത്. ഏലക്കാടുകളിലൊക്കെ കയറി നാശനഷ്ടങ്ങളെല്ലാം സംഭവിച്ച് ഡെയിലി ഈ റൂട്ടാണ് സഞ്ചാര റൂട്ട്. ഇത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എത്രയും പേരെന്നൊരു അധികാരികൾ എത്തുന്ന ഒരു നടപടി സ്വീകരിക്കുക. നമുക്കൊപ്പം സന്ദീപ് ചേരുന്നുണ്ട്. സന്ദീപ്, ഈ സിംഗകണ്ഠത്ത് മാത്രമല്ല ഇടമലക്കുടിയിലും കാട്ടാന ഇറങ്ങിയെന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം? ആന ആക്രമകാരിയാണോ? ഡോക്ടർ അരുൺകുമാർ, ഈ ഇടുക്കി ജില്ലയുടെ എല്ലാ മേഖലയിലും ഇപ്പോൾ ആനകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പൂരത്തിന്റെ ചന്തം ഇപ്പം ഉണ്ട് എന്ന് വേണം പറയാൻ. ആ തരത്തിൽ എല്ലാ മേഖലയിലും ഹൈറേഞ്ചിന്റെ എല്ലാ പ്രദേശങ്ങളിലും കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സിംഗകണ്ഠം ടൗണിലുള്ള വീട്ടിലേക്ക് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. മനോജിന്റെ വീടിന്റെ മുൻവശത്തേക്കായിരുന്നു ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സിംഗകണ്ഠത്തോടെ ആന കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങളായിരുന്നു നമ്മൾ നൽകിയിരുന്നത്. ആ വീടിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ മുൻവശത്തെ ഒരു ഹാളാണ്. ആ ഹാളിന്റെ ഭിത്തികയിലായിരുന്നു ആന ഇടിച്ചത്. ഈ സമയത്ത് അവിടെ വീട്ടുകാര് പുറകുവശത്തുള്ള മുറികളിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് വലിയ അപകടമൊന്നും ഉണ്ടാകാതിരുന്നത്. ആളുകൾ എഴുന്നേറ്റ് ബഹളം വെച്ചപ്പോൾ ആന അങ്ങ് മാറുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ അരിക്കൊമ്പൻ ദൗത്യം നടക്കുന്ന സമയത്ത് അവിടെ പ്രഖ്യാപിച്ചതാണ് ഒരു RRT സംഘത്തെ. ആ RRT സംഘത്തിന്റെ സേവനം ചിന്നക്കനാൽ മേഖലയിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ RRT നിർജീവമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വൈകുന്നേരം വരെ ആനകളെ നിരീക്ഷിച്ചതിന് ശേഷം ഇവർ പോകും. ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്കും വാച്ചർമാരും പിരിയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിനുശേഷം ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും വ്യാപകമായി നാശനഷ്ടം വരുത്തുകയും ചെയ്യുമ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പോലും ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഫെൻസിങ് ഏതാണ്ട് 8 കിലോമീറ്ററോളം ഫെൻസിങ് പൂർണ്ണമായി നടത്തിക്കഴിഞ്ഞാൽ ചിന്നക്കനാലിലെ ഈ ഇത്തരം വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണത്തിന് തടയിടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതെല്ലാം പദ്ധതികളിൽ ഉറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നു. അതുകൊണ്ട് തന്നെ അടിക്കടി കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ചക്കക്കൊമ്പൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ജനവാസ മേഖലയിൽ സിംഗകണ്ഠത്തും പരിസര പ്രദേശങ്ങളിലുമായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചക്കക്കൊമ്പൻ എന്ന് പറയുന്നത് ആക്രമണകാരിയായിട്ടുള്ള ആനയാണ്. ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ആനയാണ്. ജനവാസ മേഖലയിൽ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ആദിവാസി മേഖലയായിട്ടുള്ള ഇടമലക്കുടിയിൽ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായി മാറിയിരിക്കുന്നു. ഓക്കെ സന്ദീപ്, എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നേരത്തെ അവർക്ക് ഉറപ്പ് നൽകിയ RRTയുടെ പ്രവർത്തനം പോലും കാര്യക്ഷമമല്ല എന്നുള്ളത് വനംവകുപ്പ് വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഇന്നലെ സിംഗകണ്ഠത്തിറങ്ങി ഇടമലക്കുടിയിലും ആനയിറങ്ങി എന്ന വാർത്തയാണ് സന്ദീപ് രാജാക്കാട് പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചത്.